ഓ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഇന്നത്തെ വ്ളോഗ്? ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി നമ്മുടെ കണ്ടീഷൻ ലോ ആണ്. ഫിനാൻഷ്യലി കണ്ടീഷൻ ലോ ആണ്. അതുകൊണ്ട് ഫിനാൻഷ്യലി കണ്ടീഷൻ ലോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള ഇർഫാൻ്റെ ഉമ്മ നമുക്കൊരു ഓഫർ ചെയ്തു ഗൈസ്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ആമസോൺ കാർഡ് കണക്കുന്ന ഒരു കാർഡ് ഉണ്ടെന്ന് തോന്നുന്നത്. അത് ഫുള്ള് നമുക്ക് പറച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണ് മന്തി വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഒരാൾക്ക് 250 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 250 രൂപ. അപ്പോൾ നമ്മൾ പിന്നെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തിരിഞ്ഞു വരും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാടി ഇറങ്ങി നമ്മൾ വണ്ടി എടുത്ത് കറക്കി നേരെ ഗ്ലൗസ് വാങ്ങാനായിട്ട്. ഗ്ലൗസ് വാങ്ങാനുണ്ട്. ഇർഫാൻ ഗ്ലൗസ് മേടിച്ചു. 2000 രൂപയുടെ പടി. അപ്പൊ അതെ, പൈസ കിട്ടുമെന്നാണ് ഇർഫാൻ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എന്തായാലും പോയിട്ട് കാണാം. പോവുകയാണ്. നമുക്ക് 250 വെച്ച് 300 അല്ലേ അക്കൗണ്ട് പൈസ 900 രൂപയാണ് നമുക്ക് കിട്ടാൻ. 1000 രൂപയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്താവും എന്ന് കാണാം. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഗൈസ്, ഇപ്പൊ നമ്മൾ എങ്ങനെ അതെ ഇർഫാന്റെ വീടിന്റെ ബാക്കിലോട്ടാണ്. ഇർഫാന്റെ വീട് അല്ലെ, ഇർഫാന്റെ വീടിന്റെ ബാക്കിലോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ഒരു മന്തിക്കാണോ? ഒരു മണിക്കൂറല്ലേ? തീരത്തില്ല വിജയം നമുക്ക്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു കാർഡ് കൊണ്ടുവന്നിട്ട് 1 മണിക്കൂറിനുള്ളിൽ തീർക്കാനാണ് ഇർഫാൻ പറയുന്നത്. അപ്പൊ ഇർഫാൻ ഫ്രീ ആയതുകൊണ്ട് ഇർഫാൻ തന്നെ ചെയ്യട്ടെ. പറ്റുമല്ലോ. അപ്പം എന്തായാലും പണിയായുധം എടുത്തിട്ട് പണിയായുധം എടുത്തിട്ടുണ്ട്. പണിയായുധം എടുത്തിട്ട് നമുക്ക് എന്തിനാണ് കൈ കൊണ്ട് പറിച്ചളഞ്ഞാ പോരെ? ചിലത് പറയ്ക്കൊന്നും വേണ്ടല്ലോ. പറക്കി ഒരു സൈഡ് കൂട്ടിയിട്ടാൽ ഇപ്പൊ ഇവിടെ പറക്കണം ഇവിടെ ഇട്ടാൽ, അവിടെ പറക്കണം അവിടെ ഇട്ടാൽ, ഇവിടെ പറക്കണം ഇവിടെ ഇട്ടാൽ, അവിടെ പറക്കണം അവിടെ ഇട്ടാൽ. പുഴി 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 പോവാ. ഒരു കോള് വരുന്നു ഗൈസ്. ഇപ്പം കോള് കഴിഞ്ഞിട്ട് സംസാരിക്കും. നമ്മൾ ഇർഫാൻ ഉമ്മയെ കണ്ടിട്ടുണ്ട്. പറയും. മന്തി തിന്നുക. രാത്രി മന്തി കഴിച്ചിട്ട് 12 മണിക്ക് നോർവേയിലെ ഫ്രാൻസിന്റെ 3 പിന്നെ പോവാ. നിങ്ങളെ ഫുള്ള് കഴിച്ചിട്ടേ പിന്നെ ജോലി വന്നു നമ്മളെ ഇന്ന് 1 മണിക്കൂർ തീർക്കാൻ തീർത്തിട്ട് നാളെ ബാക്കി ചെയ്താൽ പോരെ. നാളെ ഫഹദുണ്ട്. ഫഹദും കൂടെ 4 പേര് ഇന്നോ? നമ്മള് നോമ്പൂടിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന കാര്യം പറയാം. ഫഹദ് കള്ളനോമ്പ് അടിച്ചിട്ട് മുറിച്ച് എന്നെ അവരെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ തന്നെ കുറെ ഉണ്ട്. നാളെ ചെയ്താൽ പോരെയില്ല. നാളെ എപ്പോഴും റീൽ എടുക്കാം. രാവിലെ വന്നിട്ട് നമുക്ക് ചെയ്തിട്ട് റീൽ എടുക്കാൻ പോകും. പക്ഷെ ഒരു പ്രശ്നമുണ്ടാ, നീ നാളെ ഡ്രൈവിംഗ് ഉണ്ട്. അപ്പൊ നാളെ ഞാൻ രാവിലെ വരാം. എന്നിട്ട് നമുക്ക് റീൽ എടുത്തിട്ട് ചെയ്യാൻ.
അപ്പം നാളെ ചെയ്യാല്. അതെ അപ്പം ഇർഫാൻ ഉമ്മ പറഞ്ഞേക്കുന്നത് എന്തെന്ന് വെച്ചാൽ അതേ വ്ളോഗ് ഇടണ്ടേ ചക്ക ഇട് നമുക്ക് ചക്ക വെട്ടി പറയാ. പോടാ ഇതിലാണ് നമ്മള് റബ്ബർ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മള് പോയി ബാക്കി കാര്യങ്ങൾ ചക്ക വെട്ടാൻ പോവുകയാണ്. കൊണ്ട് പോകുന്നു അമ്മാരി പോകുന്നു. വ്ളോഗ് എടുത്തോളെ പോടാ എന്താ വ്ളോഗ്. നിങ്ങൾക്ക് 300 രൂപ തരണത് നഷ്ടമില്ല അല്ലേ? ചക്ക വെട്ടി പൊളിക്കണം. അപ്പൊ കൂടുന്നു 400 രൂപ. ചക്ക എടുത്താണ് എടുക്കാൻ ഈ ഒരു പേപ്പറും കൂടെ. അപ്പൊ ഇതിൽ ആർക്കാണ് ചക്ക വെട്ടാൻ എക്സ്പെർട്ട്? അറിഞ്ഞൂടാന്ന് പറഞ്ഞാലും മടി. എനിക്ക് അറിഞ്ഞൂടാത്ത ചെയ്ത് പഠിക്കുന്നു. അപ്പൊ അറിഞ്ഞൂടാ തന്നെയാണ് ചെയ്ത് പഠിക്കാനുള്ളതാ. എനിക്ക് ഒട്ടും അറിഞ്ഞൂടാ, അത് വേറൊരു സത്യം. ഇതൊക്കെ ആൾക്കാർ തിരിക്കും. ഞാൻ മാത്രമേ. നീ ഉണ്ടല്ലോ എനിക്കത് മതി. ഞാനും കാണൂലേ. കൊള്ളാടാ. അല്ലടാ എനിക്ക് കഴിഞ്ഞ ഇതിന് 30 എത്ര ഇത് കിട്ടി. 30 മിനിറ്റ് അങ്ങാണ്ട് കിട്ടി. 0.3 hour ആയി. എടാ ചേർക്ക നിർത്തി വഴി. ഇതങ്ങനെ കണ്ട് കമന്റ് എനിക്ക് 42 കൊല്ലായി ചക്ക വെട്ടാറുണ്ട്. നമുക്ക് എന്നിട്ട് ചക്ക വെട്ടിയുടെ ഫോട്ടോ എടുക്കാം, എന്നിട്ട് തമ്മിലിടാം. വ്ളോഗില് പറഞ്ഞ് ഇതുപോലെ മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ് ഇതുപോലെ പെരയുടെ വൃത്തിയാക്കാൻ പോണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവസാനം ചക്ക വെട്ടണം. അവരല്ലേ പറ്റിച്ചത്. എന്തേലൊക്കെ വൃത്തിയാക്കിയാ പോലും ഇപ്പൊ ചക്ക ചക്ക നിങ്ങൾക്ക് വേറെ ആളെ കാണിച്ചു തരാം. പുതിയ അതിഥിയാണ്. എലി കിട്ടിയാടാ? അതിഥി. ഓ പുതിയ അതിഥിയാണ്. നമുക്ക് അതിഥിയെ കിട്ടി. അവിടെ വെക്കടാ. പുതിയ അതിഥിയാണ്. തുറന്നു കൂടെ ഇതിന്റെ ശവങ്ങള്. എലിയെ നേരിട്ട് കണ്ടിട്ടില്ല. എലിയെ കണ്ടിട്ടില്ലേ? ഇത് നാറ്റോളാ. സ്പ്രേ അടിച്ചിട്ട് ഇതിനെ കൊന്നോളാം അല്ലെങ്കിൽ ശപിക്കും. നമുക്ക് വിട്ടിട്ടുണ്ട് ഇഞ്ചിഞ്ചായിട്ട്. നമുക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടല്ല. നിനക്കൊക്കെ എന്താ ചുമ്മാ ഇനി വേണം ആ സാധനം. ഹലോ ചുമ്മാ നമുക്കിനെ വളർത്തിയാലോ. ഇനി അതിന്റെ വർഗത്തിലാണുള്ള ഇവിടെ കുറച്ച് സൗണ്ട്. ഉമ്മ ഇല്ല, ഇന്ന് ഓഫ്. ഹലോ എന്താ മോനെ അവിടെ കൊണ്ട് വരുന്നു. നിന്നെ കണ്ടത് കൊണ്ട് വന്നതാ. ഞാൻ പറഞ്ഞ മൈൻഡ് വോയിസ് പറയട്ടെ. എന്നെ തുറന്നു വിടറാടി. എന്നെ തെറ്റ് പണിടാടി. എന്നെ തുറന്നു വിടടാ. ഞാൻ തുറന്നു പോയാ നീനെ പറയാ പോയെന്ന് പിടിച്ചില്ലേ നോക്കി. മോനെ കൊച്ചുങ്ങളെല്ലാരും ഉണ്ട് ഇതിനകത്ത്. ഇത് തന്തയാണ്. ഇർഫാൻ സുഫിയാന് അതൊക്കെ നോക്കി ഇറക്കി.
അത് ടോം ഇത് ജെറി വാ എല്ലാത്തിനും ആവാൻ ഞാൻ പൂച്ചയ്ക്ക് കൊടുക്കട്ടാ പാവണം വെക്കടാ അത്. ക്യൂട്ട് സത്യം അങ്ങോട്ടളിയാ അത് തന്നെയല്ലേ സത്യമാടാ. രണ്ടും ഒരുപോലെ ഇരിക്കണ്ടാ അല്ല ഇല്ല ഇല്ല എനിക്ക് ഇടത്തില്ല. അങ്ങനെ പൂച്ചയായിരുന്നില്ല എലീരിയ പറ. ഓക്കെ ഗൈസ്, അപ്പോൾ ചക്ക പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചക്ക പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അറിയത്തില്ല ചക്ക പൊളിക്കാൻ. നമുക്ക് പൂച്ചയെ കുളിപ്പിക്കാം. ഈ ബാത്റൂം ഹിറ്റ്ലറോ അറ്റേനകത്ത് ഒരു ഇത്തിരി ഹീറ്റർ ഇടണം പൂച്ചയെ കുളിപ്പിക്കാൻ. ചൂടുവെള്ളത്തിലാണ്. എടാ സ്വിച്ച് കണ്ട. ആ വാ പൂച്ച കുളിപ്പിക്കാൻ പോണോ? കുളിപ്പിച്ചിട്ട് എത്ര അവസ്ഥയാണ്. ഈ സമയം ഇർഫാൻ പൂച്ചയെ കുളിപ്പിക്കാൻ വേണ്ടിയാണ്. ഇർഫാൻ പോലും കുളിക്കാറില്ല, പക്ഷെ ഇർഫാൻ പൂച്ചയെ കുളിപ്പിക്കുകയാണ്. ഇർഫാൻ പൂച്ചയെ തപ്പി നടക്കുകയാണ്. നമ്മൾ ശരിക്കും എന്തിനാണ് വന്നേ? നമ്മളിവിടെ ശരിക്കും വീട് വീടല്ല അയ്യം വൃത്തിയാക്കാൻ, പുരയിടം വൃത്തിയാക്കാനാണ് വന്നത്. പക്ഷേ വന്ന് ജോലികൾ പലതായി മാറുകയും ചെയ്തു. അപ്പം നമ്മൾ ഇന്ന് എന്തായാലും മന്തി കഴിക്കാൻ പോകും, അത് വേറെ കാര്യം. അപ്പം പൂച്ചയെ സുഫിയ എടുത്ത്, പക്ഷേ സുഫിയ അല്ല, രണ്ടുപേരെടുത്ത്. നിന്റെ കയ്യിൽ പൂച്ച എന്തി? കേസ് ഇപ്പം നമ്മൾ പോവുകയാണ്. എവിടാ അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ചാർജ് തീർന്നു പോയി. പാവം പൂച്ചയെ കുളിപ്പിച്ച് ഇങ്ങനെ വിറക്കുന്നടാ. കേസ് അപ്പം അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നമുക്ക് നാളെ റീൽ എടുക്കാറുണ്ട്. അപ്പോൾ ആ റീലിൻ്റെ കാര്യം സെറ്റ് ചെയ്യണം, കണ്ടനുണ്ട്. പിന്നെ ഷോർട്സ് ആയിട്ട് നമ്മുടെ റീലും കാര്യങ്ങളും പിന്നെ ബിഹൈൻഡ് ദ സീനൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെയൊക്കെ അവിടെ പഠിക്കും, നമുക്ക് നോക്കിയിട്ട് തരാം. എങ്ങനെ അടിക്കണം? ഇതിട്ടാക്കണം, ഇങ്ങോട്ടാക്കണം. മാറ്റം പോകാം. അപ്പം അങ്ങനെയാണ്. അപ്പം ബിഹൈൻഡ് ദ സീനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോർട്സ് ആയിട്ട് വരും. പിന്നുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേനും എന്തായിരുന്നു, പിന്നെ നമ്മുടെ റീലും ഷോർട്സ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ കോപ്പിറൈറ്റ് അടിക്കും. പ്രശ്നം നമ്മൾ റീലിനകത്ത് പാട്ടെടുത്ത സമയത്ത് ഈ പാട്ടെന്ന് പറയുമ്പോഴത്തേനും കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള പാട്ടാണെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാതെ വരണമെങ്കിൽ നമുക്ക് 1 മിനിറ്റ് താഴെ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ അപ്പം അതാണ് റീലിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ സെയിം പേര് തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾ ആരും വ്ളോഗ് കാണത്തില്ലെങ്കിൽ എനിക്കറിയാം, ഇത് 2ാമത്തെ 3ാമത്തെ വ്ളോഗ് കാണണം. അപ്പം 4ാമത്തെ കണ്ട് വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ ആരും വ്ളോഗ് കാണത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ.
ഓക്കെ, അപ്പം എന്തായിരുന്നു, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോയി ഇനി മന്തി കഴിക്കണം. നോമ്പാണ്, നോമ്പ് കഴിഞ്ഞിട്ട് പോയി മന്തി കഴിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കും. തമ്മനയിൽ എടുക്കാറുണ്ട്. അപ്പോൾ തമ്മനയിലെ ഫോട്ടോ നമുക്ക് നോക്കാം എങ്ങനെ എടുക്കണമെന്നുള്ളത്. അപ്പം അത് നമുക്ക് നോക്കാം. അപ്പം ബാക്കി പൂച്ചയുടെ കാര്യം നമുക്ക് നോക്കിയിട്ട് എന്തിയാടാ പൂച്ച കണ്ട നമ്മുടെ പൂച്ച കൊണ്ട പോകുന്നു. ഓടി. പിന്നെന്താണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇർഫാൻ അടുത്ത പൂച്ചയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇർഫാൻ പൂച്ചയെ കുളിപ്പിച്ച് തുറക്ക്. അത് കുഴപ്പമില്ല, തുറക്ക്. ഇല്ല ആരും കാണത്തില്ല, നീ തുറക്ക്. കരയുന്നളിയത് പാവൂച്ച. തല എന്താ കഴുകാത്തെ? അത് തുടക്കുക എർത്ത് പോമോ? ശരി, നീ കഴിവ്. അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇനി എന്താണ്, മറ്റൊരു വ്ളോഗ് കൂടെ എഡിറ്റ് ചെയ്യണ്ട, മറ്റു പെസ് കളിക്കുന്ന ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യണ്ട. അപ്പം ഇന്ന് അത് എന്നേലും ഒക്കെ ഇടും. അപ്പം പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേനും ഇനി മന്തി കഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് നോക്കാം എന്തായാലും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, ബൈ എന്നല്ല, അടുത്ത കാണിക്കാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പം നമ്മളങ്ങനെ എവിടെ പോവുകയാണ്? മന്തി കഴിക്കാൻ പോവുകയാണ്. അതെ ഗൈസ്, അങ്ങനെ നമ്മൾ മന്തി കഴിക്കാൻ പോകുന്നത്. എവിടാ പോകുന്നത്? എവിടാ പോകുന്നത്? അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് മറ്റേ 10 മിനിറ്റ്. ഇപ്പം കുഴപ്പമില്ല. സുഖം പറയാന്നേ, പണി കഴിഞ്ഞ പോലെ ആക്കിയിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നവരെ ചെയ്യായിരുന്നു. മണ്ടൻ എവിടെ ഹൈഫൈലോ? നമ്മളെ ഹൈഫൈൽ, അതെ ഹൈഫൈൽ കഴിക്കാൻ പോവുകയാണ്. അതെ, അപ്പം സുഫിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏത് മന്തി വേണമെന്നാണ് പറഞ്ഞേ? ഇർഫാന്. അപ്പൊ ഗൈസ്, ഇപ്പം നമുക്ക് മന്തി കഴിക്കുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, നമ്മള് അങ്ങനെ എവിടെ എത്തിയിരിക്കുകയാണ്? റീച്ച് ചെയ്തല്ലേ, ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് ഒന്ന് വണ്ടി മാറ്റിട്ട്, അവിടെ ഇടാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇർഫാൻ എന്താണ് പറയാനുള്ളത്? പറയടാ എന്തിലൊക്കെ. നീ ഒന്നും പറയണ്ട. നിനക്ക് സോഷ്യൽ മീഡിയ, നീ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല. ഗൈസ്, നമുക്ക് അത് ചെയ്താലോ അളിയാ, നമുക്ക് ടിക്ടോക്കില് ഇവന്റെ വീഡിയോസ് എടുത്ത് നമുക്ക് റിയാക്ട് ചെയ്യാം. നിന്റെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യട്ടെ അളിയാ? വേണം. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ വൈറലാവുന്നു അല്ലേ? നീ അല്ലെന്ന് പറ. യാസി എവിടെടാ? ഹോസ്പിറ്റലിൽ. അപ്പൊ നമുക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പറയാം. ഇത് പറയുന്നത് മൊത്തം ഇർഫാൻ്റെ വയറായിരിക്കും. ഇർഫാൻ്റെ വയർ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും അകത്ത് ഷോപ്പിലെത്തിയിട്ട് നമുക്ക് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ നമ്മളങ്ങനെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. എങ്ങനെ പറ്റണ്ട നിനക്ക്? സത്യം സംഭവിച്ചാൽ അമ്മ വിളിച്ചിരുന്നു.
വെള്ളം പാരി മുഖത്ത് വെച്ച് അമ്മ വിളിച്ചിരുന്നു. അമ്മ എന്താ അമ്മ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു. ഓണായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു. ഇപ്പൊ സുഫിയാനും കിട്ടും വീട്ടിൽ ചെല്ലുമ്പോ. നമ്മളെന്തെങ്കിലും ഓർഡർ ചെയ്താല് ബട്ടർഫ്ലൈ പോടാ. എന്തായിരുന്നു ഓർഡർ ചെയ്തത്? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കഴിച്ചില്ല. ബാർബിക്യൂ അതിന്റെ അടുത്ത് എന്താ ബാർബിക്യൂ? മയോണൈസ് മണ്ടൽ ഒഴിച്ചാണ്. അല്ല, അത് അഫ്ഗാനി. പിന്നെ ഇത് വെച്ചാല് കുറച്ച് സോസൊക്കെ ചേർത്ത് ബാർബിക്യൂ ആക്കി നോക്കി. അപ്പൊ അങ്ങനെ അവൻ മാത്രം ലൈക്ക് ഒടുക്കി കമന്റ് ചെയ്തില്ല പയ്യന്മാര്. അപ്പൊ അങ്ങനെ ബാർബിക്യൂ മന്തിയാണ് പറഞ്ഞത്. അപ്പോൾ മന്തി വരുമ്പോൾ കാണാം. ഇല്ല ഞാൻ വെക്കത്തില്ല, നീന്തുപോയി. നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. ഇവിടെ മന്തി ഇതിങ്ങനെയാണ്. മന്തി വന്നിട്ടുണ്ട്. പിന്നെ അവിടെ റൈസും ഉണ്ട്, സലാഡ് വന്നു. ഇർഫാൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് മന്തി. ഒരു മിനിറ്റ് തമിഴ്നാട് ഒരു ഫോട്ടോ സെറ്റ് ചെയ്ത് ഫോട്ടോ എങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഫോട്ടോ അങ്ങനെ നമ്മള് സ്വല്പം റൈസ് എടുക്കാം. റൈസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുക, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുക, ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ഇടുക. പിന്നെ സ്വല്പം മയണൈസ് ഇർഫാൻ്റെ സ്വല്പം മയണൈസ് എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് ഒഴിച്ചിട്ട് മാറ്റിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കുഴയ്ക്കണം. കുഴച്ചിട്ട് ഞാൻ കഴിക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം. സിമ്പിൾ. കൊള്ളാം. അപ്പം കഴിച്ചിട്ട് വരാം ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ പിന്നെ നമ്മളങ്ങനെ മന്തി കഴിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഔട്ട്ഡോറൊന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കായിപ്പോയി. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറന്നു കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.